ലോകമെമ്പാടുമുള്ള ഫ്ലവേഴ്സ് ടിവിയുടെ പ്രേക്ഷകർക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വന്തം ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോയിലേക്ക് എവിടെ നിന്നാണെന്നൊന്ന് പറയും. ഞങ്ങൾ എറണാകുളം ജില്ലയിലെ കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ചേർന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ് ഓൾ ഓഫ് യു. ഇവിടെ വെറുതെ അല്ല ഇരിക്കുന്നത്, അറിയാലോ. ഈ എപ്പിസോഡില് ഒരുപാട് സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ നിങ്ങൾക്കും അവസരമുണ്ട്. അതിനു വേണ്ടിയിട്ട് ഇവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ശരിയായിട്ടുള്ള ഉത്തരം തരാൻ ശ്രമിക്കുക. ഓക്കെ, വെൽക്കം. ആദ്യം നമ്മുടെ ഓഡിഷനിലൂടെ സെലക്ട് ആയിട്ടുള്ള ആ രണ്ടുപേരെ സ്വാഗതം ചെയ്യാം. അവര് കസിൻസ് ആണ്. ആ കസിൻസ് രണ്ടുപേർക്കും രണ്ട് ടാലന്റ് ഉള്ള ആൾക്കാരാണ്. ഷെറഷ്മ ആൻഡ് ഗൗരി വിജയ്. വെൽക്കം. ഷെറഷ്മ, പേര് കേട്ടപ്പോ തൊട്ട് ചോദിക്കണമെന്ന് വിചാരിച്ചു, എന്താണ് ഇതിന്റെ അർത്ഥം? അച്ഛനും അമ്മ ഇട്ടതാണ്. താമരയിൽ ജനിച്ചവൾ എന്നാണ് അവര് പറഞ്ഞിരിക്കുന്നത്. ശരി, അല്ലാതെ ഇതിനെ പറ്റി പ്രത്യേകിച്ച് ഒരു റിസർച്ച് നടത്തിയിട്ടില്ല അല്ലെ? ഇല്ല, ഡിഫറെന്റ് നെയിമാണ്. എവിടെ പോലും ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനത്തെ ഒരു പേരില്. എന്താ ചെയ്യുന്നത് ഷെറഷ്മ? ഞാൻ ഡിഗ്രി കംപ്ലീറ്റഡ് ആണ്. ഇപ്പോ ട്യൂഷൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. കോമ്പറ്റേറ്റീവ് എക്സാമിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏത് കോമ്പറ്റേറ്റീവ് എക്സാം? PSC, റെയിൽവേ ഏകദേശം അടുത്തെത്തിയിരിക്കുവാണ്. ഓ ആണോ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു കേട്ടാ. അപ്പുറത്ത് നിൽക്കുന്ന ഗൗരി അതേസമയം ഒരു ജർമ്മൻ സ്റ്റുഡന്റ് ആണ്, പഠിക്കുകയാണ് അല്ലേ? ജർമ്മൻ ലാംഗ്വേജ് ആണ് പഠിക്കുന്നത്. ജർമ്മനിയിലോട്ട് പോകാനുള്ള തീരുമാനമാണ്. ജർമ്മൻ ഭാഷ എവിടെ പഠിക്കുന്നത് ഇപ്പോ? ഞാൻ എറണാകുളത്ത്. ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് കളിക്കാൻ പറ്റട്ടെ. നിങ്ങളുടെ എതിരാളികളായിട്ട് വരുന്നവര് ഇന്നിപ്പോ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന രണ്ടുപേരാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ സിനിമ ഇന്ന് മലയാളത്തിന്റെ ഇതുവരെയുമുള്ള എല്ലാ ഗ്രാമറുകളും മാറ്റി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലാലേട്ടന്റെ വീണ്ടും പെർഫോമൻസ് ഓറിയന്റഡ് സിനിമകൾക്ക് ഭയങ്കരമായി മാർക്കറ്റ് വരുത്തിയ ഒരു സിനിമയും കൂടിയാണിത്. തുടരും എന്ന് പറയുന്ന ചിത്രം. ഈ ചിത്രത്തിലെ രണ്ടുപേരാണ് വരുന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു പടത്തിന്റെ ക്ലൈമാക്സോട് കൂടിയാണ് നമ്മൾ റിവീൽ ആവുന്നത്. ഇതിനകത്ത് ഒരു മെയിൻ ക്യാരക്ടർ അത് അവതരിപ്പിച്ചത് ആർഷ ശാന്തിനി ബൈജു ആണ്. ഒപ്പം തുടക്കം മുതൽ ലാലേട്ടന്റെ മകളായിട്ട് ഇതിനകത്ത് അഭിനയിച്ച അമൃതവർഷിണി. ഇവർ രണ്ടുപേരുമാണ് ഇങ്ങോട്ട് വരുന്നത്. അവരാണ് ഇനി അടുത്ത സ്മാർട്ട് കണ്ടസ്റ്റന്റ്സ്. ലെറ്റ്സ് വെൽക്കം ദം. ആദ്യമേ കൺഗ്രാറ്റുലേഷൻസ് ഓൺ ദ ഹ്യൂജ് സക്സസ്. രണ്ടുപേരും ഇപ്പൊ സെലിബ്രേറ്റ് ചെയ്യണം. എനിക്ക് തോന്നുന്നു സിനിമ ഇറങ്ങുന്നത് വരെ ആർഷയുടെ കാര്യം നമുക്ക് എല്ലാവർക്കും സസ്പെൻസ് തന്നെയായിരുന്നു. ആരും അത് വെളിയിൽ വിട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. അത് ഗംഭീരമായിട്ട് ചെയ്തു. വീണ്ടും നമുക്ക്, ഞാൻ ആർഷയുമായിട്ട് ഒരു പടം ചെയ്തിട്ടുണ്ട്, രാമചന്ദ്ര ബോസൻ എന്ന് പറയുന്ന പടം ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് മുഴുവൻ ഉണ്ടായിരുന്നു. ആർഷയുടെ അച്ഛനും അമ്മയും വന്നിട്ടില്ല ഇവിടെ? നമ്മുടെ കമ്പനി പുള്ളിയാണ്, ആർഷയുടെ അച്ഛനാണ്. വെൽക്കം വെൽക്കം ആർഷ. അപ്പുറത്ത് നിൽക്കുന്ന ആളിനെ പറയട്ടെ, അമൃതകുട്ടി, ഒരു കാര്യം പറയണെന്ന് വെച്ച് കഴിഞ്ഞാല് റീലില് കണ്ടിട്ടുണ്ട് ഞാൻ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സിനിമയിൽ കണ്ടത്. ഇതിന്റെ ഏറ്റവും വലിയൊരു, ഞാൻ ഇപ്പൊ ഇവിടെ വെച്ചും കണ്ടല്ലോ, ഈ മൂന്നും ഒരാളാണെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വാസമായിട്ടില്ല. ഭയങ്കര ചേഞ്ചസ് ഉണ്ട്. ശരിക്കും അങ്ങനെ തോന്നുന്നു. ഓ, അതുകൊണ്ട് പല ലുക്സ് ആണ് അല്ലേ? അതാണ്. അപ്പൊ കറക്റ്റ് ആണ്, നമുക്ക് തെറ്റിയിട്ടില്ല. വെൽക്കം. അസലായിട്ട് ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ആ പടത്തിലാണെങ്കിൽ ഒരുപാട് ഇമോഷണൽ, ശരിക്കും അതിന്റെ ഒരു ഇമോഷണൽ ട്രാവല് ഭയങ്കര ഡിഫറെന്റ് ആണല്ലോ. ബ്യൂട്ടിഫുൾ ആണ്, ബ്യൂട്ടിഫുൾ ആണ്. രണ്ടുപേരെ ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം. അമ്മയും അച്ഛനും വന്നിട്ടുണ്ടോ? ഹലോ. അമൃതയുടെ ട്വിൻ ബ്രദർ ആണ്. ഓ ശരി, വെൽക്കം കേട്ടോ. വെൽക്കം വെൽക്കം. നിങ്ങളുടെ ഫാമിലി വന്നിട്ടുണ്ടോ? ആരൊക്കെയാ? അച്ഛൻ, അമ്മ. നമസ്കാരം 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 നമസ്കാരം. എന്റെ ചേട്ടനും അമ്മയും. ഓക്കെ, വെൽക്കം കേട്ടോ. വെൽക്കം. ഇടയ്ക്ക് ചിലപ്പോ ഇവര് സഹായമൊക്കെ ചോദിച്ചെന്ന് വരും, കൊടുക്കരുത് കേട്ടല്ലോ. വെൽക്കം എവരിവൺ. തുടങ്ങാം നമുക്ക്. റൗണ്ട് 1, റാപ്പിഡ് ഷോപ്പിംഗ് റൗണ്ട്. ഓടു വാരു നേട്. നിങ്ങൾക്ക് ഉത്തരം പറയാനായിട്ട് ഓപ്പൺ ക്വസ്റ്റ്യൻ ആണ്. ബസർ അടിച്ച് ഉത്തരം തരാം. ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ 30 സെക്കൻഡ് സമയം കിട്ടും. നിലവറയ്ക്കുള്ളിൽ ഉള്ളി ഗ്രോസറി സെക്ഷൻ. 1000 രൂപയുണ്ടാവും നിങ്ങളുടെ കയ്യിൽ. ആ 1000 രൂപയ്ക്കുള്ള ഷോപ്പിംഗ് നടത്താം. 1000-ന് മുകളിൽ പോയാൽ ഒന്നും കിട്ടില്ല. എല്ലാം നമ്മൾ തിരിച്ചെടുക്കും. 1000-നകത്താണെങ്കിൽ ആ സാധനങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാം. ഓക്കെ, റെഡി? ക്വസ്റ്റ്യൻ നമ്പർ 1. ജനലുകളോ വാതിലുകളോ ഇല്ലാത്ത മുറി ഏതാണ്? ജനലുകളോ വാതിലുകളോ ഇല്ലാത്ത മുറി ഏതാണ്? കുസൃതി ചോദ്യമാണ്. മുറി എന്ന് പറയുമ്പോൾ അതിനെ വേണമെങ്കിൽ ഇംഗ്ലീഷിലൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമായിട്ട് മനസ്സിലാവും. മുറി എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ എന്ത് പറയും? റൂം. അപ്പൊ അതാവുമ്പോ ജനലും വാതിലും ഇല്ലാത്ത റൂം ഏതാ? അന്ത ജനലും വാതിലും ഇല്ലാത്ത ബാത്റൂം എങ്ങനെ കേറും? പിന്നെ അവിടെ നിന്ന് ഉത്തരം പറഞ്ഞു തരുന്നു. അമൃത കണ്ടു പറ. മഷ്റൂം.
ഇവിടന്നേ അമൃതയുടെതാ അവിടെ നിന്ന് മറ്റേ അതാ. മഷ്റൂം എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു. അവന് കിട്ടി കറക്റ്റ് ആയിട്ട് അല്ലേ മോനെ ഉത്തരം അല്ലേ? അപ്പോ നിങ്ങൾക്കാണ് ഫസ്റ്റ് അവസരം. ആരാണ് പോണേ ഇവിടുത്തെ ഷോപ്പിംഗ് ആളാരാ? ശരഷ്മ അല്ലേ? ശരഷ്മ റെഡി? ഓടൂ വാരു എവിടെ പോണു അവിടെ നോടണം. ഓടൂ വാരു നേടൂ ഗോ. ഓ എന്താ സ്പീഡ്, ഓടി 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 വാ. Yes. വേഗം എടുത്തോ, വേഗം ചോക്ലേറ്റ്സിന് 20 സെക്കൻഡ്സ് കഴിഞ്ഞു. 1000 രൂപയാണ് ബഡ്ജറ്റ്. 15 സെക്കൻഡ് ബാക്കിയുണ്ട്. 12 സെക്കൻഡ് മോർ. കൗണ്ട് ഡൗൺ തരാം ഞാൻ. 10 9 8 7. നല്ല അസല് ഷോപ്പിംഗ് നടത്തിയിട്ടുണ്ടല്ലോ. പിന്നെ കുറച്ച് കൺസിഡറേറ്റ് ആണ് കേട്ടോ. ഗൗരിക്കും കൂടി വേണ്ടി ഷോപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം മഞ്ചൊന്നും ഒന്നായിട്ട് എടുത്തില്ല, രണ്ടായിട്ട്. അപ്പൊ ഇതിനകത്തെ സാധനങ്ങളെല്ലാം നോക്കിയിട്ട് വലിയ പൈസ വരാൻ സാധ്യതയില്ല. 1000 രൂപയ്ക്ക് താഴെ നിൽക്കും, മിക്കവാറും അത് കിട്ടുകയും ചെയ്യും. പക്ഷെ എന്നാലും ഞാൻ ഒരു ഓപ്ഷൻ തരാം. സോ അതിനകത്ത് ഒരു ചുവന്ന ബോക്സ് ഇരിക്കുന്നുണ്ടോ, ഒരു റെഡ് ബോക്സ് അങ്ങനത്തിരിക്കുന്നുണ്ടോ? മീനാക്ഷി ഇതാണ് ആ ബോക്സ്, മിഥുൻ ചേട്ടൻ പറഞ്ഞ റെഡ് ബോക്സ്. റെഡ് ബോക്സ് കണ്ടോ? കണ്ടു. ആ റെഡ് ബോക്സ് വേണോ ഇത് വേണോ? അതായത് ഞാൻ ആ റെഡ് ബോക്സിന്റെ കാര്യം ആദ്യമേ പറയാം. റെഡ് ബോക്സിനകത്ത് എന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ചിലപ്പോൾ റെഡ് ബോക്സിൽ ഒന്നും ഉണ്ടാവില്ല, എം ടി ബോക്സ് ആയിരിക്കും. ചിലപ്പോൾ റെഡ് ബോക്സിൽ ഈ സാധനേക്കാൾ വില കുറവുള്ള ചിലപ്പോ ഈ മഞ്ചോ കിറ്റ്കാറ്റോ ഒക്കെ ആയിരിക്കും. ചിലപ്പോ റെഡ് ബോക്സിൽ ഇതിനേക്കാൾ വില കൂടി ഒരു സമ്മാനം ഉണ്ടാവും. യു വാണ്ട് ടേക്ക് എ ചാൻസ് അതോ ഇപ്പൊ എടുത്ത സാധനങ്ങൾ മതിയോ? ഞാൻ പറയുന്ന കിട്ടിയത് മതി. കിട്ടിയത് മതി. കിട്ടിയത് മതി. നമുക്ക് ആ ബോക്സ് വേണ്ട. മീനാക്ഷിയുടെ ബോക്സ് സേഫ് ആണ്. സേഫ് ആണ്. ഓക്കെ തൽക്കാലത്തേക്ക് ഇപ്പൊ വിടണ്ട കേട്ടോ. ഓക്കെ, അടുത്ത ആൾക്ക് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അടുത്ത ആളിന് വേണേ നമുക്ക് നോക്കാം. അല്ലേ? ഓക്കെ ചേട്ടാ. മഞ്ചിന്റെ വില നോക്കട്ടെ. മഞ്ചിന്റെ വില എത്രയാണ്? 20 രൂപയുടെ മഞ്ച് 2 എണ്ണം 40 രൂപ. ഓക്കെ. മുളക് പൊടി വീട്ടിൽ തീർന്നിരിക്കുന്നു. 190 രൂപയുടെ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാം കൂടി 230 കേട്ടോ. ആഹാ, നല്ല അൽഫോൺസോ മാംഗോയുടെ അല്ലേ ജ്യൂസ് 200 ആണ് കേട്ടോ. 200. എന്താ ഇത്? പരിപ്പ് തോരൻ, പരിപ്പ്. എന്തിനുള്ളത്? സാമ്പാർ. അറിഞ്ഞെടുത്താണല്ലേ? വീട്ടില് സ്റ്റേഷനറി കടയുണ്ട്. ആണോ? അത് ശരി. അപ്പൊ പിന്നെ കറക്റ്റ് വിലയൊക്കെ അറിഞ്ഞെടുത്ത് എന്നിട്ടാണ് ഇത്ര കുറച്ചെടുത്ത്. ടെൻഷൻ അവിടെ വില കൂടുതലാണെന്ന് സാധനങ്ങൾക്ക് എന്ത് അല്ലേ? ചെയ്യണം എന്നറിഞ്ഞില്ല. അല്ല ഓൾറെഡി സാധനങ്ങൾ ഉണ്ടല്ലോ അതെ, കടയില്. അപ്പൊ അത് വേണ്ടല്ലോ. സ്റ്റോക്ക് ചെയ്യാൻ ബാക്കിയുള്ളത് മതി. ഇത് 60 രൂപ കേട്ടോ. ഇനി പഞ്ചസാര 30. സ്റ്റേഷനറി കടയുടെ പ്രശ്നം ഇതാ, കറക്റ്റ് ആയിട്ട് വില അറിയാന്നുള്ളതുകൊണ്ടേ അധികം ഒന്നും എടുത്തിട്ടില്ല അല്ലേ? ഇതിന് മാത്രം അറിയില്ല. 235. മൊത്തം എത്രയായി? 1000-ന് 755 റുപ്പീസിന് ഷോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 755 രൂപയ്ക്ക് ഷോപ്പ് ചെയ്തിട്ടുണ്ട്. നല്ലതാണ്. 1000-ന്ന് കുറച്ച് കുറവല്ലേ ഉള്ളൂ. നല്ലതാണ്. അപ്പൊ ഇത് മുഴുവൻ കിട്ടി. പക്ഷെ ബോക്സിൽ എന്താ നമുക്ക് അറിഞ്ഞൂടാ കേട്ടോ. അടുത്ത നമുക്ക് നോക്കാം അല്ലേ? അപ്പോ അതെ, അവർ അക്കൗണ്ട് തുറന്നു. ആ. അടുത്തതും അവർക്ക് ഓപ്ഷൻ ഉണ്ട്. കാരണം ആര് ബസർ പ്രസ് ചെയ്യുക അവർക്കാണ് ഉത്തരം പറയാൻ പറ്റുക. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 2. ദ ഡാർക്ക് നൈറ്റ് റൈസസ് എന്നീ ചിത്രങ്ങളിലെ മുഖ്യ കഥാപാത്രമായ സൂപ്പർ ഹീറോ ആരാണ്? പറ. ബാറ്റ്മാൻ അല്ലേ? ആണ്. അല്ലേ? ബാറ്റ്മാൻ ഇതൊക്കെ ചെയ്ത ആരാന്നറിയോ? പേരോ? ക്രിസ്റ്റഫർ നോളൻ ചെയ്ത പടങ്ങളാണ് ഇത് രണ്ടും. ആ. ഓക്കെ. ഉം. ബാറ്റ്മാൻ എന്നുള്ളത് ശരി ഉത്തരം. ആരാ പോണേ ഷോപ്പിങ്ങിന്? ഞാൻ. ഹർഷ റെഡിയല്ലേ? ready. പോയി ചെന്ന് 1000 രൂപയ്ക്ക് താഴെയാണ് ഷോപ്പ് ചെയ്യണം. ഹർഷ ഷോപ്പ് ചെയ്യാൻ പോകാറുണ്ടോ? ആ. പോറുണ്ട്. ഉണ്ട് പിന്നെ. സൂപ്പർ മാർക്കറ്റില് അച്ഛൻ്റെ അമ്മയാണ് ആവശ്യമില്ലാത്ത എല്ലാ സാധനങ്ങളും വാരിയിടുന്ന ആളാണ് ഹർഷ. അങ്ങനെയല്ല, ചില സമയത്ത് ചോദിക്കട്ടെ, അവിടെ ചോദിക്കണം. അമ്മ ഈ ഹർഷ ഷോപ്പിങ്ങിന് പോകാറുണ്ടോ? ഷോപ്പിന് പോകാറുണ്ട്. എങ്ങനെ നന്നായിട്ട് ഷോപ്പ് ചെയ്യുന്ന ആളാണോ അതോ നന്നായിട്ട് ഷോപ്പ് ചെയ്യും. ഈ ഡ്രസ് ഷോപ്പ് ചെയ്യണല്ലേ ഞാൻ ഉദ്ദേശിച്ചത്? അല്ല അല്ല, എന്റെ കൂടെ സൂപ്പർ മാർക്കറ്റിലേക്ക് മാർക്കറ്റിലൊക്കെ വരാറുണ്ട്. ഒരുപാട് സാധനം വലിച്ചു വാരി വാങ്ങുന്ന ആളാണോ? ഇല്ല, അങ്ങനില്ല. ഇല്ല. ഇല്ല. അഡ്വക്കേറ്റ് മുഖത്തിനുള്ളിൽ ആളിനെ പോലെയാണോ? നോക്കി കണ്ടോളൂ. നോക്കി കണ്ടോളൂ. ശരി. അപ്പൊ ഇപ്പൊ അറിയാലോ അത് അല്ലേ? ആ. ഓടൂ വാരൂ നേടൂ ഗോ. ബാസ്കറ്റ് ഇവിടെ ഉണ്ട് ഹർഷ, വേഗം എടുത്തോളൂ. യു ഹാവ് 20 സെക്കൻഡ്സ് മോർ ലെഫ്റ്റ്. മിൽക്ക് മെയ്ഡ് ഒക്കെ എടുത്തിട്ടുണ്ട്, പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. ഓക്കെ, വീട്ടില് കേക്ക് ഉണ്ടാക്കാനുള്ള പരിപാടി വന്നു. എത്രയായി? ഓക്കെ, 10 സെക്കൻഡ് ആയി. 9 8 7. സൂപ്പർ. എന്റെ അമ്മേ, അന്യായ ഷോപ്പിംഗ് നടത്തിക്കളഞ്ഞു. അന്യായ ഷോപ്പിംഗ്.
പക്ഷെ എനിക്ക് തോന്നുന്നു എന്തോ കേക്ക് ഉണ്ടാക്കാനുള്ള പരിപാടി ഉണ്ടോ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് മധുരമുള്ളത് മുഴുവൻ എടുത്തിട്ടുണ്ടല്ലോ. ഞാൻ ആർഷയ്ക്കും അമൃതവർഷണിക്കും ഇവർക്ക് കൊടുത്ത അതേ ഓപ്ഷൻ തരികയാണ്. ഇത് വേണം, ആ ഇരിക്കുന്ന റെഡ് ബോക്സ് വേണം. റെഡ് ബോക്സ് ചാൻസ് എടുക്കുകയാണ്. റെഡ് ബോക്സ് റെഡ് ബോക്സ് ചിലപ്പോ എം ടി ആവാം, റെഡ് ബോക്സ് കുഴപ്പമില്ല. എന്നാലും നമുക്ക് ഒരു ചാൻസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ I'll give you 10 seconds. Go and get the box. അമൃതവർഷണി. Okay. ഓടൂ, വാരൂ, നേടൂ, go. ഓക്കെ ഓക്കെ തുറക്കരുത്. ഇവിടെ അടി പിടിച്ചിട്ടെടുത്തോ. സൂക്ഷിച്ചു. എന്റെ അമ്മ ഇത്രയും സ്പീഡ് ഓടുന്നു ഞാൻ വീണിട്ട് എടുത്തിട്ട് വന്നു. അല്ല വീണ സ്ലൈഡ് വീണല്ല അഭിനയിച്ചതാണല്ലേ. നമുക്കപ്പൊ ഇനി ഇത് കണക്കൂട്ടേണ്ട കാര്യമില്ല അല്ലേ. ശരശ്മിക്ക് വന്നേ, നിങ്ങൾ ഇത് വേണ്ടെന്ന് വെച്ച ബോക്സ് അല്ലേ അല്ലേ? അപ്പോ ശരശ്മ ഒന്ന് നോക്കിയേ, ഇതിനകത്ത് നല്ല വെയിറ്റ് ഉണ്ടെന്ന്. ഇതെന്താ ശരശ്മ? ഒന്നില്ലേ അവരാകെ അയ്യേന്നായി പോയി. കണ്ടോ? ഇത് തിരിച്ചു ചോദിക്കോ? എന്താ ശരശ്മ എന്ത് തോന്നുന്നു? ബോക്സ് എടുക്കണമായിരുന്നോ വേണ്ടയോ? എടുക്കാമായിരുന്നു എന്ന് തോന്നുന്നു. അപ്പൊ ഒരു സമാധാനം കിട്ടിയില്ലേ? എന്താണെന്നറിയോ ഇതിനകത്ത്? കല്ലാണോ? നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഒരു പ്രഷർ കുക്കർ. ഒരു പ്രഷർ കുക്കറാണ്. പൊട്ടിയില്ല, ഭാഗ്യത്തിന് 1000 രൂപയിൽ താഴെയുള്ള സാധനങ്ങൾ എടുത്തു. ഇത് എത്രയുടെ അറിയോ? 3790 രൂപയുടെ സാധനമാണ്. അടിപൊളി. കണ്ടോ? പോയി കൈവിട്ട് പോയി. അവിടെ ഇത്രയും കഷ്ടപ്പെട്ട ആർഷമായി എടുത്ത സാധനങ്ങൾക്ക് ഒരു ദേയം ദാക്ഷിണ്യം അമൃതവർഷണി പറഞ്ഞില്ല എനിക്ക് ബോക്സ് ഉണ്ട്. റെഡ് ബോക്സ് കണ്ടോ? അത് നോക്കിയപ്പോഴേ മുഴുവൻ മധുരമുള്ള സാധനങ്ങൾ ഇപ്പൊ നമ്മുടെ ഡയറ്റിനും പറ്റൂല. റൗണ്ട് 2 ഡ്യുവൽ ട്രയൽ. 2-1 അറിയാം. വളരെ രസകരമായിട്ടുള്ള റൗണ്ടാണ്. കാരണം ഇതിനകത്തെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഇതൊരു വീഡിയോ ആവാം, ഓഡിയോ ആവാം, അല്ലെങ്കിൽ ഒരു സ്റ്റിൽ ആവാം. അത് ശ്രദ്ധിച്ച് കാണണം അല്ലെങ്കിൽ കേൾക്കണം. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ചോദ്യം. പിന്നെ ഇതിനകത്തൊരു ഗുണമുണ്ട് എന്ന് വെച്ചാൽ ഇതിന് പാസ് ഇല്ല. നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്കുമാണ്. നിങ്ങൾ തെറ്റിച്ചാൽ മാത്രം അത് പോകുന്നത് ഓഡിയൻസിലേക്കാണ് കേട്ടാ. അതായത് നിങ്ങളുടെ അച്ഛനും അമ്മയും ഉൾപ്പെടെ എല്ലാവരും പ്രാർത്ഥിക്കണം എന്തായിരിക്കും അറിയോ? നിങ്ങളിത് തെറ്റിക്കലേ എന്നാണ് കേട്ടോ. എങ്കിലേ അവർക്ക് പങ്കെടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ക്വസ്റ്റ്യൻ നമ്പർ 1 ഒരു വീഡിയോ ആണ്. നിങ്ങൾക്കുള്ള ചോദ്യം ശ്രദ്ധിച്ചു. മുഴുവനായും കണ്ടു, എല്ലാം ശ്രദ്ധിച്ചു, ആ പാട്ട് കൃത്യമായി കേട്ടു, എല്ലാം കഴിഞ്ഞു. ഈ ഗാനം ആലപിച്ച മലയാള സിനിമ താരം ആരാണ്? ആണോ? ഉറപ്പാണോ? ബസറില്ലേലും പറയാം. മമ്മൂക്ക. ഉറപ്പാണോ? ആണോ? മമ്മൂക്ക പാടിയ പാട്ടാ. ആണോ? സിനിമ ഏതാ? സിനിമ ആക്ച്വലി എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഒരു 10-12 ഇയേഴ്സ് ഒക്കെ ആയി. അത്രേ ആയിട്ടില്ല തോന്നുന്നു. അതെ, മമ്മൂക്ക പാടിയ പാട്ടാ എന്ന് പറയുന്ന സിനിമയായിരുന്നു. ഓ അതെ 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 അതെ. സിനിമയിൽ ഈ ഗാനം ആലപിച്ചത് മമ്മൂട്ടിയാണ്. അത് കലക്കി. ഇനി കിട്ടാൻ പോകുന്നത് 45 സെക്കൻഡ് സമയമാണ്. ഗെയിം എന്താണെന്ന് അറിയാനായിട്ട് നമുക്ക് മീനാക്ഷിയിലോട്ട് പോവാം. ഗെയിം ഒക്കെ ഇവിടെ സെറ്റ് ആണ് മിഥുൻ ചേട്ടാ. പിയിൽ പന്ത്. ആരാണത്? ഇപ്പൊ ഒന്നുമില്ല, ഈ ഒരു കളറിനെ മാച്ച് ചെയ്ത് ഈ ബോളിനെ ഇങ്ങനെ മുകളിൽ ബാലൻസ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. അപ്പൊ എന്തായാലും ടാസ്ക് തീർത്തതിനു ശേഷം അറിയാലോ, പിട്ടാപ്പള്ളി ഏജൻസീസ് നൽകുന്ന റെഡ് റിബൺ കെട്ടിയിട്ടുള്ള മാക്സിമം ഗിഫ്റ്റ് എടുത്ത് ഇതിലവർക്ക് വെളിയിലേക്ക് കടക്കാവുന്നതാണ്. ഓൾ ദി ബെസ്റ്റ്. ഓടൂ, വാരൂ, നേടൂ, ഗോ. ഓക്കെ, ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഇരുന്നോളും. വെരി ഗുഡ്. സൂപ്പർ 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 സൂപ്പർ. ഓക്കെ, ദ ലാസ്റ്റ് വൺ. അത് ഇരുന്നു. ഓക്കെ,
ഓക്കെ, റെഡ് റിബൺ ആണ്. മാക്സിമം ഗിഫ്റ്റ് എടുത്തോ. ഇനിയുണ്ട്. ഇനി സമയം കിടക്കുന്നു. ഇനി സമയം ഉണ്ടായിരുന്നു. കിട്ടുന്നില്ല കയ്യിൽ. അമൃതക്കുട്ടി അടിപൊളിയായിട്ട് ഗെയിം കളിച്ചോട്ടോ, അടിപൊളിയായിട്ട് ഗെയിം കളിച്ചു. കുറച്ച് ടഫാണ്. അപ്പൊ എന്തൊക്കെ കിട്ടി നോക്കട്ടെ നമുക്ക്. ദാ ഒരു എമർജൻസി ലാൻറ്റേൺ കേട്ടാ, ഇൻഡക്ഷൻ കുക്കർ. എങ്ങാനും വീട്ടിൽ നിന്ന് പുറത്താക്കിയാലും നമുക്ക് ജീവിക്കണമല്ലോ, അതിനുവേണ്ടി കേട്ടോ. അതുപോലെ ഇനി നിങ്ങൾ ചൂടുവെള്ളത്തിൽ കുളിക്കും കേട്ടോ. വാട്ടർ ഹീറ്റർ. 3 സമ്മാനങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. സൂപ്പർ. കണ്ടല്ലോ, ആ സൈഡ് നിറഞ്ഞിരിക്കുന്ന കണ്ടോ. അക്കൗണ്ട് തുറക്കാനുള്ള ടൈമായി. അവിടെ പലചരക്ക് സാധനങ്ങളേ ഉള്ളൂ. റെഡിയാണോ? വീഡിയോ ആണ്, ശ്രദ്ധിച്ചു കാണുക. വീഡിയോ പ്ലീസ്. കയ്യിൽ സാധാരണ പണം ഉണ്ടാവില്ലല്ലോ. ഉണ്ടാകുന്ന പണം ആരെങ്കിലും കൊടുത്തത് അവര് വീട്ടിൽ നിന്നൊക്കെ അച്ഛനും അമ്മയൊക്കെ പറയുന്നതിന്റെ ഭാഗിയായിട്ടൊരു കുടുക്കയിലിട്ട് വെക്കുന്നു. പലതരത്തിലുള്ള കുടുക്കയുണ്ട്. പക്ഷെ അതവരുടെ ഏറ്റവും വലിയ സമ്പാദ്യമാണല്ലോ. അത് മാത്രമാണ് സമ്പാദ്യമായിട്ടുള്ളത്. കണ്ടു. എന്നിട്ട് ബാക്കി പറയുന്ന ഡയലോഗുകളെല്ലാം ശ്രദ്ധിച്ച് കേട്ടായിരുന്നു? കേട്ടു. അപ്പൊ അതിനകത്ത് എത്രയോ തരം കുടുക്കകളെ കുറിച്ച് പറയുകയുണ്ടായി അല്ലേ? അത് കേട്ടില്ലേ? കുടുക്കകൾ പലതരം ഉണ്ട് എന്നുള്ളത് പുള്ളി പറയുന്നത് കേട്ടില്ലേ? കേട്ടു. അങ്ങനെയാണെങ്കിൽ ഏത് രാഷ്ട്രീയ നേതാവിന്റെ ശബ്ദമായിരുന്നു അത്? പിണറായി വിജയൻ സാർ. സൂപ്പർ, കറക്റ്റ് ആൻസർ. ആരാണ് ഇനി അടുത്ത് പോകാൻ പോകുന്നത്? നമുക്ക് ഗെയിം നോക്കിയിട്ട് തീരുമാനിച്ചാലോ? അല്ലേ നല്ലത്? മീനാക്ഷി, ആർക്ക് വേണോ വന്ന് എളുപ്പം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക് ആയിട്ടാണ് ഇപ്പൊ ഞാൻ വന്നിട്ടുള്ളത്. ഇത്രേ ഉള്ളൂ. ഇവിടെ കുറെ കപ്സിൽ സ്ട്രോസ് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടില്ലേ? ഓരോ സ്ട്രോയിലേക്കും കൈ ഉപയോഗിച്ച് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്താൽ മാത്രം മതി. അത്രേ ഉള്ളൂ. എളുപ്പമുള്ള ടാസ്ക് അല്ലേ? ഭയങ്കര എളുപ്പമല്ലേ? Yes. ഓക്കെ, ആരാ പോകുന്നത്? ശരശ്മിയോ ഗൗരിയോ? ഈ ചെറിയ ടാസ്ക് ഗൗരി ചെയ്യട്ടെന്നായിരിക്കും ശരശ്മ പറഞ്ഞത് അല്ലേ? ഗൗരി റെഡി? ഓടൂ, വാരൂ, നേടൂ, ഗോ. ഓടി വരൂ ഗൗരി, ഓടി വരൂ. യെസ്, ഇവിടെ സൈഡ്. ഓക്കെ, പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന ടാസ്ക് ആണ്. ഒരു രീതിയിലും ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, 1 2 3 4 5 കഴിഞ്ഞു. ടാസ്ക് കഴിഞ്ഞു. മാക്സിമം ഗിഫ്റ്റ് എടുത്തോ. 1 2 10 സെക്കൻഡ്. 9 8 6 5. മതിയോ? സമയമുണ്ട്. അപ്പോ എന്തുകൊണ്ടാന്ന് അറിഞ്ഞൂടാ, ഇത് വാട്ടർ ഹീറ്റർ സീസൺ ആണെന്ന് തോന്നുന്നു. എല്ലാവരും ഇപ്പൊ വാട്ടർ ഹീറ്റർ എടുക്കുന്നുണ്ട്. മഴ വരുന്നത് കൊണ്ടാണ്. അപ്പോ ഒരു വാട്ടർ ഹീറ്റർ, പിട്ടാപ്പള്ളി ലേഞ്ച് നൽകുന്ന വാട്ടർ ഹീറ്റർ, ഒരു മിക്സി, ഒപ്പം ഒരു ഫാൻ. ലീഫ് എടുത്തില്ല, ലീഫ് വേറെ തരാം കേട്ടോ. ആര് ലീഫ് എടുക്കാറില്ല, എന്താണെന്നറിയില്ല കേട്ടോ. നിസ്സാരമായിട്ട് കളിച്ചു കേട്ടോ മീനാക്ഷി. ഇനി ആ ഗെയിം മിക്കവാറും തട്ടിക്കളയും. അപ്പോ കലകനായിട്ട് കളിച്ചു, അഭിമാനമല്ലേ അല്ലേ? അപ്പോ നേരെ അടുത്ത റൗണ്ടിലോട്ട് കടക്കാനുള്ള സമയമായി. ഈ റൗണ്ടിനകത്ത് ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ശരിയായിട്ട് ഉത്തരം പറഞ്ഞതുകൊണ്ട്, നിങ്ങൾ കറക്റ്റായിട്ട് ഗെയിം കളിച്ചതുകൊണ്ട് നഷ്ടം വന്നത് ആർക്കാ? നമ്മുടെ ഓഡിയൻസ്. എന്താ ചെയ്യല്ലേ? ശരി, ഒരു ചോദ്യം ചോദിക്കാം. ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇവിടെ വന്ന് സാധനം എടുക്കാനുള്ള അവസരം തരാം. ഓക്കെ? നമ്മുടെ പിണറായി വിജയൻ സാറിന്റെ ശബ്ദമാണല്ലോ ഇപ്പൊ കേട്ടത്. അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചത്? മൈക്കെടുത്ത് ഉത്തരം പറയാം. പറയൂ മാഡം, പറയൂ. ധർമ്മടം. അതെന്താണ് ഇത്രയും സംശയം? ധർമ്മടം ശരിയാണ് ഉത്തരം. മൈക്കെടുത്തേക്ക് വരൂ. വെൽക്കം. മാഡം എന്ത് ചെയ്യുന്നു ഇവിടെ? +2 അധ്യാപികയാണ്, എക്കണോമിക്സ് പഠിപ്പിക്കുന്നു. അപ്പോ 10 സെക്കൻഡ് സമയം. എടുക്കാവുന്ന അത്രയും ഗ്രീൻ റിബൺ കെട്ടിയ സാധനങ്ങൾ എടുക്കാം. ഗ്രീൻ, റെഡ് അല്ല, ഗ്രീൻ. ഓക്കെ, മാഡത്തിന്റെ പേര് ചോദിക്കാൻ പറ്റുമോ? സോറി, എന്റെ പേര് എൽബി ടിവറി. എവിടെയാണ് മാഡത്തിന്റെ വീട്? കോലഞ്ചേരി. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഞാൻ മൈക്ക് എടുക്കാം. ഓടൂ, വാരൂ, നേടൂ, ഗോ.
വിചാരിച്ച സാധനം തലയിരുന്നു. ഇന്ന് നിലവറയ്ക്കകത്ത് ജീവിക്കാറുണ്ട് മീനാക്ഷിയുടെ കൂടെ. ഇനി സ്കൂളിലൊക്കെ ആര് പഠിപ്പിക്കും? റിസ്ക് ആണ് കേട്ടോ. എക്കണോമിക്സ് ആണെന്ന് പറഞ്ഞിട്ട് എക്കണോമിക്കലായിട്ടല്ല ടൈം. അപ്പൊ കിട്ടിയത് ഒരു നോൺ സ്റ്റിക് കാസറോൾ. ഹോസ്റ്റലല്ലോ, വീട്ടിൽ തന്നെയല്ലേ? വീട്ടിൽ തന്നെ. അപ്പൊ എന്തായാലും തറ ഉടയ്ക്കാനായിട്ട് ഈ മോപ്പ് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. സ്പിൻ മോപ്പ് 360 നോക്കി എടുത്താന്ന് തോന്നുന്നല്ലേ? കൺഗ്രാറ്റുലേഷൻസ് മാം, കൺഗ്രാറ്റുലേഷൻസ് കേട്ടോ. അങ്ങനെ ഓഡിയൻസിന് കൂടി ചാൻസ് കൊടുത്തപ്പോ ഒരു സമാധാനമായി അല്ലേ? അപ്പൊ അടുത്ത റൗണ്ടിലോട്ട് പോവാം. റൗണ്ട് നമ്പർ 3 പോവാം. റൗണ്ട് 3 ഡബിൾ ട്രബിൾ. ഈ കടമ്പയും കടന്നു. ഒരു ടോപ്പിക്കിന്റെ ചോയ്സ് ഉണ്ട് ഇതിനകത്ത്. നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ 45 സെക്കൻഡ് സമയം നിങ്ങൾക്ക് നിലവറയ്ക്കുള്ളിൽ കിട്ടും. ആ നിലവറയ്ക്കുള്ളിൽ കിട്ടുന്ന സമയത്തിന് ഗെയിം കളിച്ചു കഴിഞ്ഞാൽ എടുക്കേണ്ടത് അവിടെ 4 ബോക്സസ് ഉണ്ടാവും. 4 മിസ്റ്ററി ബോക്സിൽ ഒരു ബോക്സ് ആണ് നിങ്ങൾ എടുക്കേണ്ടത്. ഇത് ഭാഗ്യമാണ്, വേറെ ഒന്നും നിങ്ങൾക്ക് നോക്കാനോ ഒന്നും പറ്റില്ല. ഈ മിസ്റ്ററി ബോക്സിൽ 2 എണ്ണം പോസിറ്റീവ്, 2 എണ്ണം നെഗറ്റീവ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ചോയ്സ് ഓഫ് ടോപ്പിക്സ് കാണാം. കേരള ചരിത്രം, ഇന്ത്യൻ സിനിമ, ശാസ്ത്ര സാങ്കേതികം, കായികം, ആനുകാലികം, സാഹിത്യം. ഇതിലേത് വിഷയം? കേരള ചരിത്രം. ശരി, കേരള ചരിത്രം. കേരള ചരിത്രം. കേരളത്തിന്റെ ചരിത്രത്തെ പറ്റി വ്യക്തമായ ധാരണയുണ്ട് അല്ലേ? കുറച്ച് ധാരണയുണ്ടോ? ചോദ്യം കേൾക്കാം അല്ലേ? ഏത് ജീവിയുടെ ഉൽപ്പത്തി വിവരങ്ങളും ചികിത്സാക്രമങ്ങളും വിവരിക്കുന്ന പുസ്തകമാണ് തിരുമംഗലത്ത് നീലകണ്ഠൻ മൂസ് രചിച്ച മാതംഗ ലീല? മാതംഗ ലീല ഏത് ജീവിയെ കുറിച്ച് പറയുന്ന പുസ്തകമാണെന്ന് ചിന്തിച്ചാൽ ഏത് ജീവിയുടെ ചികിത്സയാണ് മാതംഗ ലീല? ഇത് കേരളത്തിലുള്ള ഒരാള് എഴുതിയതാണല്ലോ, നീലകണ്ഠൻ മൂസ് അല്ലേ? കേരളത്തിലുള്ള ജീവി ആയിരിക്കണമല്ലോ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ വേറെ ഏതെങ്കിലും പേരിലാവൂലേ? മാതംഗ ലീല ആലോചിച്ചു. മാതംഗ ലീല എന്ന് പറയുന്നത് ആനയ്ക്ക് വേണ്ടിയിട്ടുള്ള അല്ലെ, ആനയുടെ ചികിത്സാ രീതികളുള്ള പുസ്തകമാണ്. ആണോ? ഉറപ്പാണോ? രാമലീല എന്ന് പറഞ്ഞ സിനിമ ആരുടേതെന്നറിയാമോ? ആ, അതറിയാം. മാതംഗ ലീല അല്ലേ? അത് ആനയെ കുറിച്ചുള്ള പുസ്തകമാണ്. ശരിയാണ്, കറക്റ്റ് ആണ്. ഇന്ന് ടെൻഷൻ അടിപ്പിക്കാണ്ട് തരാൻ പറ്റുമോ? നിങ്ങൾ ഗസ് ചെയ്തതല്ലേ കേട്ടോ. ഇനി 45 സെക്കൻഡ് സമയമാണുള്ളത്. എന്താണ് ഗെയിം എന്നുള്ളത് നമുക്ക് നോക്കാം. മീനാക്ഷിയിലോട്ട് പോകാം. മിഥുൻ ചേട്ടാ, ഓ, സാധാരണ നമ്മള് ഈ തോറ്റ് തൊപ്പിയിട്ടു എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ ടാസ്കിന്റെ പേരാണ് ജയിച്ച തൊപ്പിയിട്ടു എന്നത്. കാരണം ഇവിടെ ജയിച്ചാലാണ് ഈ തൊപ്പി ഇടാൻ പറ്റുള്ളൂ. ഓഹോ. ഇവിടെ ഇങ്ങനെ കുറെ ഡാർട്സ് ഞാൻ ഈ ഒരു ബൗളിൽ വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒന്നെടുക്കുക, എയിം ചെയ്യുക, എറിയുക. എറിയുമ്പോ പൊട്ടേണ്ടത് ഒന്നെങ്കിൽ മഞ്ഞ, അല്ലെങ്കിൽ നീല, അല്ലെങ്കിൽ പച്ച. കാരണം ഈ കളേഴ്സ് പൊട്ടിയാൽ മാത്രമാണ് ഇതിൽ ഏതെങ്കിലും ഒരു തൊപ്പി നിങ്ങൾക്ക് തലയിൽ വെക്കാൻ പറ്റുള്ളൂ. അപ്പോഴാണ് ടാസ്ക് കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഒരു തൊപ്പി കിട്ടിയാൽ മതി. അതെ, ഒരെണ്ണം മതി. ഒരു തൊപ്പി മതി. കാരണം അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ബലൂൺ, യെല്ലോ, ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ, ഏതെങ്കിലും ഒരു ബലൂൺ പൊട്ടിയാൽ മതി. സൂപ്പർ, എളുപ്പമല്ലേ? അതെ. പക്ഷെ എളുപ്പമല്ലേ പറഞ്ഞെങ്കിൽ ഇതിലൊരു ട്വിസ്റ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു ബോർഡ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ വൈറ്റ്, വയലറ്റ്, റെഡ് അങ്ങനെ വേറെ കുറെ കളർ ബലൂൺസ് ഉണ്ട്. അതൊന്നും പൊട്ടിയാൽ തൊപ്പി കിട്ടില്ല. അപ്പൊ ജയിച്ചു കഴിഞ്ഞാൽ അറിയാലോ, മിസ്റ്ററി ബോക്സ് എടുക്കുക, നിലവറയ്ക്ക് പുറത്തേക്ക് കടക്കുക. ടൈം ലിമിറ്റ് 45 സെക്കൻഡ്. ആരാ പോണേ? ഗൗരി പോകുന്നില്ല, ശരശ്മയാണ് പോണേ. റെഡി? ഓടൂ, വരൂ, നേടുകോ, ഗോ ഗോ. കുറച്ച് താഴ്ത്തിയറി. ആ നീല കൊള്ളട്ടെ, നീല. മഞ്ഞ. കഴിഞ്ഞു. സൂപ്പർ. എന്റെ മിസ്റ്ററി ബോക്സ്. ആദ്യത്തെ ഡാർട്ടറിന് പൊട്ടിച്ച് നമ്മുടെ LED സ്ക്രീൻ തിരിച്ചേരണം. രണ്ടാമത് അടിപൊളിയായി അല്ലേ? സെക്കൻഡ് ട്രയൽ കിട്ടിയത് ഭയങ്കര ഈസി ആയില്ലേ? ഇവിടെ പോയപ്പോ കുറച്ചൊരു ഇതാണെന്ന് വിചാരിച്ച് പോയതാണ്, പക്ഷെ അത് എളുപ്പം കിട്ടി അല്ലേ? ചെറുതായിട്ടൊന്ന് സ്ലിപ്പ് ആയിരുന്നു പോയപ്പോ. ഓ ആണോ? പക്ഷെ ആ സ്ലിപ്പ് ആയതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ സാധനം ഉണ്ട് അവിടെ? അതായത് വാട്ടർ ഹീറ്റർ, ഇത് ആ ഗ്രോസറീസ് അല്ലേ, ഫാന് ഒക്കെ ഉണ്ട് അല്ലേ? ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടോ നിങ്ങൾക്ക് എല്ലാം കൊണ്ടുപോകാനായിട്ട്? ലോറി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ലോറിയിൽ കൊണ്ട് നമുക്ക് വേറെ സാധനം വെക്കാം. തൽക്കാലം എവർക്കൊരു റെഫ്രിജറേറ്റർ സൂപ്പർ.
ഓഡിഷന് വരാൻ തോന്നിയ സമയത്തിന് വേണ്ടിയിട്ടുള്ള അയ്യോ, നന്ദി പറയല്ലേ? സന്തോഷം, ഒരുപാട് സന്തോഷം. ശരഷ്മ, ഗൗരി, കൺഗ്രാചുലേഷൻസ്. ഇത് കഴിഞ്ഞ് അപ്പുറത്ത് മാറിയുന്ന അടി ഉണ്ടാക്കിയത് ആർക്കാണ് ഫ്രിഡ്ജ് കേട്ടോ. ഏത് വീട്ടിൽ കൊണ്ടുവയ്ക്കും, ആരവിടെ നിന്ന് വെള്ളം കുടിക്കുന്നുള്ളത് തീരുമാനിക്കണം നമുക്ക് കേട്ടോ. കൺഗ്രാചുലേഷൻസ്. റെഡി? അപ്പൊ അങ്ങനെ അതിലൊരു തീരുമാനമായ സ്ഥിതിക്ക് വിഷയം നമുക്ക് ടോപ്പിക് ചൂസ് ചെയ്യണ്ടേ? Yeah. ലെറ്റ്സ് ഗോ. ടോപ്പിക് പ്ലീസ്. ഇന്ത്യൻ സിനിമ, ശാസ്ത്ര സാങ്കേതികം, കായികം, ആനുകാലികം, സാഹിത്യം. ഇന്ത്യൻ സിനിമ എടുക്കാം. ഇന്ത്യൻ സിനിമ. നിങ്ങൾ രണ്ടുപേരും ഇന്ത്യൻ സിനിമയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരല്ലേ? അതെ, അതെ, അതെ. അപ്പൊ പിന്നെ ഇന്ത്യൻ സിനിമ തന്നെ എടുക്കാം. ഇന്ത്യൻ സിനിമയെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം: മികച്ച വിദേശ സിനിമയ്ക്കുള്ള ഓസ്കാർ നാമനിർദ്ദേശം ലഭിച്ച ലഗാൻ എന്ന ചിത്രത്തിന്റെ ഇതിവൃത്തം ഏത് കായിക ഇനമാണ്? അതായത് ഏത് സ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ലഗാൻ? അന്ന് ലഗാൻ ഇറങ്ങിയ സമയത്ത് അതായിരുന്നു ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രി ടു ദ ഓസ്കേഴ്സ്. ഓക്കെ, ഏത്? ക്രിക്കറ്റ്. ക്രിക്കറ്റ്. അതെ, കണ്ടിട്ടുണ്ട്. ക്രിക്കറ്റ്. പിന്നെ ആര് ആമിർ കാണാൻ? ഖാന്റെ. അതെ. ക്രിക്കറ്റ് ഇസ് ദ റൈറ്റ് ആൻസർ. അവിടെ നിന്ന് വിളിച്ചു പറയുന്നത് ക്രിക്കറ്റ്. അപ്പൊ ഇനി ഗെയിം നോക്കാം, ആര് പോകുന്നു തീരുമാനിക്കാം അല്ലേ? Game Ready? Game please. ഈ റൗണ്ടിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കൈയെത്തും ദൂരത്ത് എന്നുള്ള വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. സോ ബേസിക്കലി ഇതേപോലെ 2 സ്പോഞ്ച് ബോൾസ് എടുക്കുക. ഇവിടെ ഒരു ഗ്ലൗ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിനകത്തേക്ക് കയറ്റി ഓരോ ഫിംഗർ ടിപ്പിലും നമ്മൾ ഏത് കളറാണ് അതിന്റെ അകത്തേക്ക് കയറ്റേണ്ടതെന്ന് വെച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ നിരക്കി ഇങ്ങനെ അറ്റത്ത് എത്തിച്ചു കഴിഞ്ഞാൽ ടാസ്ക് കംപ്ലീറ്റഡ് ആവുന്നതായിരിക്കും. അങ്ങനെ ഈ 5 ഫിംഗേഴ്സും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾ ഈ ഒരു റൗണ്ട് ക്ലിയർ ചെയ്ത് മിസ്റ്ററി ബോക്സ് എടുത്ത് പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. എത്ര എണ്ണം കയറ്റണം? എല്ലാത്തിന്റെ അതെ, ഇവിടെ ഞാൻ 2 പിങ്ക് വെച്ചിരിക്കുന്ന കണ്ടോ? അതേപോലെ യെല്ലോ വെക്കുക, ബ്ലൂ മഞ്ഞ. വെക്കുക, ഗ്രീൻ വെക്കുക, ലൈറ്റ് ബ്ലൂ വെക്കുക. ആരാ പോണേ? ഓക്കെ, ആർഷയാണ് പോണേ. ആർഷ, റെഡി. ഓടൂ, വാരൂ, നേടൂ, ഗോ. ഓക്കെ, പിങ്ക് ആണ് ആദ്യം ചെയ്തിരിക്കുന്നത്, കംപ്ലീറ്റ് ചെയ്തു. ഇനി രണ്ടാമത്തെ ഫിംഗർ. ഓക്കെ, യെല്ലോ. പോട്ടെ. യെസ്, വയലറ്റ് അല്ല, ഗ്രീൻ ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, വയലറ്റ് ചൂസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് 1 മോർ. ഒരെണ്ണം കൂടി കഴിഞ്ഞാൽ ആശ ടാസ്ക് കംപ്ലീറ്റഡ് ആവുന്നതായിരിക്കും. സൂപ്പർ. ഈ മിസ്റ്ററി ബോക്സ് എടുത്തോ. സൂപ്പർ ആർഷ, സൂപ്പർ. ഒരു ടെൻഷൻ അടിച്ച് മരിച്ചു ബ്യൂട്ടിഫുൾ ആയിട്ട് കളിച്ചേട്ടാ. ഇടയ്ക്ക് വെച്ച് ഞാൻ കളർ മാറിയത് കണ്ടപ്പോഴും ഒക്കെ കറക്റ്റ് ആയിട്ട് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട്. അയ്യോ, നിങ്ങളിപ്പോ ഇത്രയും നല്ല ഇതൊക്കെ നേടിക്കുന്നോണ്ട് നിങ്ങളെ കുറച്ച് മനസ്സൊക്കെ കാണിക്കുമായിരിക്കും അല്ലേ? എങ്ങാനും കിട്ടിയാലും വേണ്ടെന്നൊക്കെ പറയുമായിരിക്കും അല്ലേ? കൊടുക്കട്ടെ അമൃത. ഇത് എടുത്ത് ഈ ബോക്സ് എടുക്കാൻ പറഞ്ഞ അമൃതയാണോ? അല്ലേ, ഇന്ന ബോക്സ് എടുക്കണം എന്ന് പറഞ്ഞ അമൃതയാണോ? നമ്മൾ തീരുമാനിച്ച ആണ്. എന്നുവെച്ചാ ആ കുട്ടിയെ ഒറ്റയ്ക്ക് കുഴി ചാടിക്കണ്ട. അല്ല, ആര് തീരുമാനിച്ചതാണെങ്കിലും കൊച്ചുകുട്ടിയാണല്ലോ. ആര് തീരുമാനിച്ചാണെങ്കിലും അത് കലക്കൻ തീരുമാനമായിരുന്നു. കാരണം ഒരു ഗാലക്സി A60 ഫോണാണ് കിട്ടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. 2 പേർക്കും പോസിറ്റീവ് ബോക്സസ് ആണ് കിട്ടിയത്. കൺഗ്രാറ്റുലേഷൻസ്. അങ്ങനെ അടുത്ത റൗണ്ടിലോട്ട് കടക്കാനുള്ള സമയം. റൗണ്ട് 4 പവർ ഓഫ് 2. 2 നേട്ടം. ഇതിനകത്ത് 3 ചോദ്യങ്ങൾ, അതിൽ 2 ഒരു ടീം ഉത്തരം പറഞ്ഞിരിക്കണം. ആ ടീമിന് മാത്രമേ മുന്നോട്ട് പോയി മെഗാ പ്രൈസ് റൗണ്ടിൽ കളിക്കാൻ പറ്റുള്ളൂ. അതിനു മുമ്പ് തന്നെ ഈ റൗണ്ടിൽ വിൻ ചെയ്യാനുള്ളത് ഒരു സ്കൂട്ടറാണ്. അപ്പൊ ആ സ്കൂട്ടർ വിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും 2 ചോദ്യമെങ്കിലും മിനിമം ഉത്തരം പറഞ്ഞിരിക്കണം ഒരു ടീം. മറ്റേ ടീം ഔട്ടാവും. 2 പേർക്കും പറയാൻ പറ്റിയില്ലെങ്കിൽ കളി ഇവിടെ അവസാനിക്കും. ഇതൊരു ബസർ റൗണ്ടാണ്. ഉത്തരം അറിയാമെങ്കിൽ ബസർ അമർത്തി ഉത്തരം പറയുക. നിങ്ങൾക്ക് തെറ്റിയാൽ മറ്റേ ടീമിലോട്ട് പാസ് ചെയ്യും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1. വൈദ്യുത കാന്തിക തരംഗമായ യുവിയുടെ യഥാർത്ഥ അല്ലെങ്കിൽ പൂർണ്ണ രൂപം എന്താണ്? അൾട്രാവയലറ്റ്. UV റേസ് എന്ന് പറയുമ്പോ അതായിരിക്കും അല്ലേ? ഉറപ്പല്ലേ? അൾട്രാവയലറ്റ് ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പോ ഇനി നിങ്ങൾ കുറച്ചുകൂടി കടുപ്പമാണ്.
കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും പറയണം. ഇവർക്ക് ഇനി അടുത്ത രണ്ടെണ്ണത്തിൽ ഒരെണ്ണം പറഞ്ഞാൽ മതി. ഓ ശരി. ഓക്കെ, അവർ ഓൾറെഡി ഒരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞു. ഹാൻഡ്സ് ഓൺ ദ ബസ്. സ്കൂട്ടറിലേക്ക് അടുത്തോണ്ടിരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 2. ഏത് നോബൽ സമ്മാന ജേതാവാണ് 1974 തന്റെ കേരള സന്ദർശന സമയത്ത് കോട്ടയത്ത് അഭയഭവൻ സ്ഥാപിച്ചത്? ഓ, മദർ ട്രീസ. മദർ ട്രീസ. മദർ ട്രീസയ്ക്ക് നോബൽ സമ്മാനം എന്താ കിട്ടിയത്? പീസ്. അപ്പോ എന്നിട്ട് 1974 അതെ ആണ് അതെ അഭയഭവൻ സ്ഥാപിച്ചത്. ഉറപ്പാണ്? ആണ്. കൺഗ്രാറ്റുലേഷൻസ്, ദാറ്റ്സ് ദ റൈറ്റ് ആൻസർ. ഇതാണ് മത്സരം. അടുത്തത് ആര് പറയോ അവർക്കാണ് ടാസ്ക് ജയിക്കാനും ടാസ്ക് ജയിച്ച് സ്കൂട്ടർ സ്വന്തമാക്കാനും സാധിക്കുന്നത്. സ്കൂട്ടർ വേണോ ഗൗരിയുടെ ചേട്ടാ? എന്ത് കിട്ടിയാലും എനിക്ക് ഓക്കെ. ശരശ്മിയുടെ അച്ഛനും അമ്മ എന്ത് പറയണു? സ്കൂട്ടർ വേണോ? കിട്ടിയാ സന്തോഷം. കിട്ടിയില്ലേലും പിള്ളേരെ വീട്ടിൽ കയറ്റാതിരിക്കൊന്നുമില്ല. ആ ചേട്ടൻ സ്കൂട്ടർ തിരിച്ച് ഓടിക്കാൻ വേണ്ടിട്ട് ഓൾറെഡി സൗണ്ട് റെഡി. തുടങ്ങാം. ക്വസ്റ്റ്യൻ നമ്പർ 3. ലണ്ടനിലെ മാഡം ടിസാറ്റ്സ് വാക്സ് മ്യൂസിയത്തിൽ മെഴുക് പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ഓ, ഫോട്ടോ ഫിനിഷ് ആണ്. റിവെന്റ് ഒന്ന് നോക്കിയേ. ആരാണ് ആദ്യം അടിച്ചത്? ഓ, നിങ്ങളാണ് ആദ്യം അടിച്ചത്. മാഡം ടിസാറ്റ്സ് വാക്സ് മ്യൂസിയത്തിൽ ആദ്യമായി വന്ന പ്രതിമ ആരുടേത് എന്നുള്ളതാണ് ചോദ്യം. ആദ്യം മറ്റൊന്ന് ഇന്ത്യക്കാരന്റെ. അറിയാം. അതെ, മഹാത്മാഗാന്ധിജി. തീരുമാനമായെങ്കിൽ ഉത്തരമാണെങ്കിൽ ഉത്തരമായിട്ട് പറയണം, സംശയമായിട്ട് പറയരുത്. മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി ഉറപ്പാണല്ലോ, മാറ്റൂലല്ലോ. നിങ്ങളുടെ ആയിരുന്നെങ്കിൽ ഉത്തരം എന്തായിരുന്നെ? ഞാനിത് ശരിയാണോ തെറ്റാണോ എന്ന് പറയുന്നില്ല. നിങ്ങളുടെയാണ് ഉത്തരം എന്തായിരുന്നു? അവരുടെ ആൻസർ എന്താണ്? അവരുടെ ഗാന്ധിജിയാണ്. അത് തന്നെയാണ്. അത് തന്നെയായിരിക്കും എന്നാണ് തോന്നുന്നത് അല്ലേ? 3 ചോദ്യങ്ങളിൽ 2 ചോദ്യങ്ങൾക്കും ശരി ഉത്തരം നൽകി ഒരു ടീം സ്കൂട്ടറിന്റെ ടാസ്കിലോട്ട് പോവാണ്. കൺഗ്രാറ്റുലേഷൻസ്. ആ കൺഗ്രാറ്റുലേഷൻസ് ഉത്തരം പറഞ്ഞതിനാണ്. ഇനി ടാസ്ക് ഉണ്ട്. ടാസ്ക് ജയിച്ച് സ്കൂട്ടർ സ്വന്തമാക്കണം. അഗൈൻ ബ്യൂട്ടിഫുൾ റൈഡ് പറയണം. ആർഷ അമൃത അടിപൊളിയായിരുന്നു. നല്ല കോംബോ. നിങ്ങളുടെ ടാസ്ക് ഇവിടെ അവസാനിക്കുന്നില്ല. ഇത്രയും ഗംഭീരമായി ഇവിടം വരെ കൊണ്ടെത്തിച്ച സ്ഥിതിക്ക് ഇനി സ്കൂട്ടർ വിൻ ചെയ്യാതെ പോരും. സെറ്റല്ലേ? നമുക്ക് ഗെയിം എന്താണെന്ന് മീനാക്ഷി. അപ്പൊ നിങ്ങൾക്കായി ഒരു വളരെ സ്മാർട്ട് ഗെയിം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഗെയിം കാണിക്കട്ടെ ചേട്ടാ? യെസ്. ഓഹോ, ഓക്കെ. മീനാക്ഷി അവിടെ നിൽക്കേണ്ടി വരും, എങ്കിലേ കാണാൻ പറ്റുള്ളൂ. ഇത് കണ്ടിട്ടുണ്ടല്ലോ ഇതിനു മുമ്പ്? പിന്നെ തൊട്ടപ്പോഴേ അടിച്ചല്ലോ. ഹലോ അല്ല, അത് നടയടിയാണ്. ഇത് ഈ ഗെയിം കളിക്കുമ്പോ കോൺസെൻട്രേഷൻ ആണ് നമുക്ക് ഏറ്റവും അനിവാര്യമായി വേണ്ടത്. അതാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ആരും സംസാരിക്കുന്നു. ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കാതെ ഈ ഒരു റോഡിനെ ഈ വയറിൽ കൂടെ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഔട്ട് ആവുന്നതായിരിക്കും. മീനാക്ഷി ഒരു ചാൻസേ ഉള്ളൂ അതോ? ഇതിന് ഞാൻ ആക്ച്വലി നമ്മൾ സാധാരണ 45 സെക്കൻഡ്സ് ആണല്ലോ കൊടുക്കുക. പക്ഷെ ഇതിപ്പോ ഒരു ക്രൂഷ്യൽ റൗണ്ട് ആയതുകൊണ്ടും നിങ്ങൾ ആദ്യം വരുന്നത് കൊണ്ടും 1 മിനിറ്റ് സമയം ഞാൻ തരാം. വയ്ക്കുന്ന സമയത്ത് തുടങ്ങുമ്പോ ഒരു സൗണ്ട് കേൾക്കുന്നത് തെറ്റല്ല. കാരണം നമ്മൾ തൊട്ടുമ്പോ ഫസ്റ്റ് തുടങ്ങണം. അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു തവണ സൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോയി വീണ്ടും തുടങ്ങണം. ബി വെരി റിലാക്സ്ഡ്. 1 മിനിറ്റ് സമയം, ഇഷ്ടം പോലെ സമയമുണ്ട്. നമുക്ക് ഇതിന് മാത്രം സൈലൻസ് വേണം. കാരണം ഒന്ന് അവർക്കും അവിടെ കോൺസെൻട്രേഷൻ ആവശ്യമുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ആ സൗണ്ട്, ആ ലൈറ്റ് ഇതെല്ലാം ക്ലിയർ ആയിട്ട് അറിയാനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് ഫുൾ സൈലൻസ്. അപ്പോ റെഡി? സ്കൂട്ടറാണ്. 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിലയുള്ള സ്കൂട്ടറാണ്. ഓക്കെ, അപ്പൊ ആ സ്കൂട്ടറാണ് നമുക്ക് സ്വന്തമാക്കാനുള്ളത്. കൂളായിട്ട് കളിക്കാം. റെഡി അല്ലേ? ആരാ പോണേ? ഗൗരി. ഈ ഉദ്യമം ഏറ്റെടുക്കുന്നത് ഗൗരിയാണ് അല്ലേ? ഗൗരിയുടെ ഹാൻഡ്സ് സ്റ്റഡിയാണ്. ജർമ്മനിൽ ഏതുവരെ എത്തി? ഇപ്പൊ എന്തായി ജർമ്മനിൽ? എന്തൊക്കെ പഠിക്കും? ഞാൻ ജർമ്മൻ B2 പഠിച്ചോണ്ടിരിക്കുക. അപ്പൊ B2 എന്തൊക്കെ നമ്മൾ പഠിക്കും? ഹൗ ആർ യു എങ്ങനെ പറയും? വിഗേറ്റ്സ്. എന്നിട്ട് തിരിച്ചെങ്ങനെ ഉത്തരം പറയും? Mir geht es gut. Mir geht es gut. Okay, very good. Ready? പോവാം. അപ്പോ Mir geht es gut.
ഓക്കെ, സൈലൻസ്. റെഡി? ഓടൂ, വാരൂ, നേടൂ, ഗോ. ഒരു മിനിറ്റ് സമയമുണ്ട്, സാവധാനം ചെയ്താൽ മതി. ഷോള് വേണമെങ്കിൽ that's okay. That's അത് okay. തുടങ്ങാം, കുഴപ്പമില്ല, അത് കുഴപ്പമില്ല, count കുഴപ്പമില്ല. ചെയ്യില്ല. ഓ, ഒരു ചാൻസ് പോയി. സെക്കൻഡ് ചാൻസ്. ഓക്കെ, കൈ ഒന്ന് തിരിച്ചു നോക്കൂ. 30 സെക്കൻഡ് ബാക്കിയുണ്ട് കേട്ടോ. ടെൻഷൻ വേണ്ട. വെരി ഗുഡ്, വെരി ഗുഡ്. Beautiful, beautiful. ഒരു ചാൻസ് കൂടി പോയാലും കിട്ടും. യെസ് യെസ് യെസ്. Beautiful, beautiful, beautiful. 20 സെക്കൻഡ്സ് ബാക്കിയുണ്ട്. ആ റെഡ് റിബൺ വരെ കൊണ്ടെത്തിച്ചാൽ മതി. Wow. സൂപ്പർ 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 സൂപ്പർ. ഓക്കെ, ബ്യൂട്ടിഫുൾ. 10 സെക്കൻഡ് ആണ് ബാക്കിയുള്ളത്. ഓക്കെ, 4 3. ഓ, ബട്ട് വെൽ പ്ലേഡ്. നന്നായി കളിച്ചു. സാധാരണ ഇത് കഴിഞ്ഞാൽ നിലവറയിലാണ് ജീവിക്കണ്ടേ. അല്ല, ഈ സമയം പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നമ്മളെ പ്രഷറിലോട്ട് കയറും. പക്ഷേ ഗൗരിക്ക് ഇത് കഴിഞ്ഞിട്ടേ ശരിക്കും പറഞ്ഞാൽ വല്ല ബാലൻസിങ് ആക്ട് ഒക്കെ ചെയ്യാൻ പറ്റും. ഇതെങ്ങനെ ഞാനൊക്കെ ആളുണ്ടല്ലോ അതിന് മറ്റേ സൗണ്ട് മാത്രമായിട്ട് അങ്ങ് അറ്റം വരെ എത്തുള്ളൂ. ബ്യൂട്ടിഫുൾ ആയിട്ട്, ബ്യൂട്ടിഫുൾ ആയിട്ട്. സത്യം പറഞ്ഞാൽ അതാ ഞാൻ പറഞ്ഞേ, ഗൗരി നമുക്ക് ആ പ്രതീക്ഷ തന്നു. നമ്മളാ ഫസ്റ്റ് ഇത് കഴിഞ്ഞപ്പോ പിന്നെ ഗൗരി ഒരു സ്റ്റഡിനെസ്സിൽ കൊണ്ടുപോയല്ലോ. ആ സ്റ്റഡിനെസ് കണ്ടപ്പോ ഞാൻ ഉറപ്പിച്ച് ഇത് അവിടെ എത്തും എന്നുള്ളത്. എന്നിട്ട് ഞാൻ വാവ് ബ്യൂട്ടിഫുൾ എന്ന് പറയുമ്പോ എന്റെ അടുത്ത് അത്രയും കണ്ട് നമ്മളെല്ലാരും വി വർ ഓൾ റൂട്ടിംഗ് ഫോർ യു. ഫാസ്റ്റ് ആയിട്ടാ ചെയ്തത്. ഭയങ്കര മറ്റേ ഇതല്ല, മറ്റേ പതുക്കെ പേടിച്ചല്ലേ. ഈസി ആയിട്ട് ചെയ്തു. പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ചെയ്യുന്നു. അല്ലേ, നീ കൈ വിറയ്ക്കുന്നു എന്ന് സ്വന്തം കസിൻ പറഞ്ഞു ഒട്ടും പ്രതീക്ഷയില്ല ഇങ്ങനെ ചെയ്യുന്നു. പിന്നെ ഞാൻ എന്താ പറയാ, അവിടെ അവര് അത്ഭുതത്തിലിരിക്കുന്നു. എങ്ങനെയാണ്? സൂപ്പർ. ഇന്ന് ആ സ്കൂട്ടർ എടുത്ത് പുറത്തെടുത്ത് ഓടിക്കണം എന്ന് വിചാരിച്ചാണ് നമ്മൾ, അത് നടന്നില്ല. ബട്ട് ഹാർഡ് ലക്ക്, അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. നമുക്ക് ഞാൻ ഇവിടെ നമ്മുടെ ക്ലൂസ് കൊടുക്കുമ്പോ നമുക്കിവിടെ സമ്മാനം കിട്ടുന്നുണ്ടല്ലോ. ആ സമ്മാനം കിട്ടുന്ന ആൾക്കാർ ഇവിടെ വന്നാണ് വാങ്ങുന്നത്. അത്തരത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു ക്ലൂവില് സമ്മാനം കിട്ടിയ ഒരാൾ ഇവിടെ എത്തി. കൺഗ്രാറ്റുലേഷൻസ് ദേവി ദാസ്. ദേവിയുടെ ഹസ്ബൻഡ് രാഹുൽ രാജ്. അമ്മ നമസ്കാരം. ആദ്യമേ തന്നെ പറയട്ടെ, കൺഗ്രാറ്റുലേഷൻസ്. എത്രയോ ആൾക്കാർ അയക്കുന്നതിന്റെ കൂട്ടത്തിൽ നിന്നും ലക്കും കൂടി ഉള്ളപ്പോഴാണ് ഇത് കിട്ടുന്നത്. അപ്പൊ വാഷിംഗ് മെഷീൻ ആണ് സ്വന്തമാക്കി. എന്തായിരുന്നു ക്വസ്റ്റ്യൻ, എന്തായിരുന്നു ആൻസർ? അത് പറയും. ആൻസർ കുപ്പിവളായിരുന്നു. ക്വസ്റ്റ്യൻ വന്നത് പ്രേം നസീറിന്റെ 1965 സിനിമയാ. ഇതാര് പറഞ്ഞു? ഉറപ്പല്ലേ? പ്രേം നസീറിന്റെ സിനിമ എന്ന് പറഞ്ഞപ്പോഴേ ഇവിടെ ഒരു അഭിമാനം ഇങ്ങനെ മറ്റേ സത്യം മാഷി നിൽക്കുന്ന ഇപ്പൊ തന്നോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ആ വാഷിംഗ് മെഷീൻ ഇവിടെ വെച്ച് നമ്മൾ കൊടുക്കാൻ പോവാണ് നിങ്ങളുടെ പ്രസൻസിൽ. വരും നിങ്ങൾ എല്ലാരും അടുത്ത്. മീനാക്ഷി, വാഷിംഗ് മെഷീൻ എത്തിയില്ലേ? പിട്ടാപ്പള്ളി ഏജൻസീസ് നൽകുന്ന ഒരു കിഡിലൻ വാഷിംഗ് മെഷീൻ ഇസ് ഓൾ യോഴ്സ് നൗ. കൺഗ്രാറ്റുലേഷൻസ് ബാബ. എല്ലാരും ചേർന്ന് കൊടുക്കാം. ഹർഷ, അമൃത, വരൂ. നമ്മളെല്ലാരും ചേർന്ന് ഇന്ന് ശരിക്കും പറഞ്ഞാൽ മൈൽ സ്റ്റോൺ മൊമെന്റ്, നേരത്തെ മീനാക്ഷി പറഞ്ഞ പോലെ മൈൽ സ്റ്റോൺ മൊമെന്റിലായിരുന്നു കൊണ്ടുപോകുമെന്ന് നമ്മളെ എല്ലാവരും. ഞാൻ പറഞ്ഞു വെച്ചാൽ അതിനടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു നമ്മുടെ ഓപ്പോസിറ്റ് ടീം വരെയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നിങ്ങളെ റൂട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരു സംഭവമാണ്. എനിക്ക് തോന്നുന്നു സ്മാർട്ട് ഷോയ്ക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു മൊമെന്റും കൂടിയായിരുന്നു. അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് കളിച്ച് ഗൗരി. ഇപ്പോഴും എനിക്കത് വിശ്വാസമായിട്ടില്ല അത് എങ്ങനെ ചെയ്തു എന്നുള്ളത്, പക്ഷേ അസലായിട്ട് ചെയ്തു കേട്ടോ. അപ്പോ താങ്ക് യു, കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ ആൻഡ് ബൈ. നമ്മുടെ ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോയിലൂടെ ഓടി വാരി നേടുന്ന ഒരുപാട് ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അവരുടെ കൂടെ തന്നെ നിങ്ങൾക്ക് സമ്മാനങ്ങൾ സ്വന്തമാക്കണമെന്ന് ഒരുപാട് പേര് ആഗ്രഹം പറഞ്ഞിട്ടുമുണ്ട്. ലോകത്തിന്റെ പല ഭാഗത്തിരുന്ന ആൾക്കാർ പലരും ഇതിൽ പങ്കെടുക്കാനുള്ള ശ്രമം നടത്താറുണ്ട്.
പക്ഷെ ടെലിവിഷനിലൂടെ കണ്ട് പങ്കെടുക്കുമ്പോൾ വളരെ കുറച്ച് പേർക്കല്ലേ അതിന് ചാൻസ് കിട്ടുന്നുള്ളൂ. ഇനി യൂട്യൂബിലൂടെ കണ്ടും നിങ്ങൾക്ക് സമ്മാനം സ്വന്തമാക്കാം. അപ്പൊ ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോന്റെ യൂട്യൂബിലെ എപ്പിസോഡുകൾ കണ്ടതിന് ശേഷം നേരെ ഇൻസ്റ്റഗ്രാമിൽ വന്ന് ഫ്ലവേഴ്സിന്റെ ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് ഒരു ചോദ്യം ഉണ്ടാവും. ആ ചോദ്യത്തിന് ഉത്തരം കൃത്യമായിട്ട് നൽകുക. അതിൽ നിങ്ങൾക്ക് കിട്ടാനുള്ളത് ഫോറം കൊച്ചി നൽകുന്ന 2000 റുപ്പീസിന് മേളിലുള്ള സമ്മാനങ്ങളാണ്. അപ്പോൾ ഈ സമ്മാനങ്ങൾ സ്വന്തമാക്കാനായിട്ട് തീർച്ചയായും നിങ്ങൾ ഇതിൽ പങ്കെടുക്കുക. ഓൾ ദി ബെസ്റ്റ്.